അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കഴിയുന്ന രീതിയിലുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അത് ചിലപ്പോൾ ഫുഡിൻ്റെ ആവാം, ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ട്രാവലിങ്ങിൻ്റെ പറ്റുന്ന എവിടേക്കും പോകുമ്പോൾ പറ്റുവാണ് അധികം പോകല്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഡ്യൂട്ടി കാര്യങ്ങളായിട്ട് അധികം പോലും ലീവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് അധികം പോകാറില്ല. എന്നാലും എന്താ പറയുക, ഒരു മേ ബി എവിടേക്കും പോവുകയാണെങ്കിൽ കഴിയുമെങ്കിൽ എന്താ പറയുക, നമ്മൾ എന്താ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യും, എന്തായാലും വീഡിയോസ് ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ഈ ചാനൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം കേട്ടോ. ഇനി ആരുമില്ല ഓൺലൈനിൽ. സത്യം പറഞ്ഞാൽ നല്ല മുടി കൊഴിയുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് നല്ല ചൂടാണ്. ചൂടായതുകൊണ്ട് നമ്മൾ തലയിൽ കൂടെ വെള്ളം വരുമ്പോൾ തന്നെ, വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് മുടിയൊക്കെ പെട്ടെന്ന് കൊഴിയും. നല്ല മുടി ഉണ്ടായിരുന്നു, ആ മുടിയൊക്കെ കൊഴിഞ്ഞു കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ല, എന്നതിൽ കൂടി നല്ല മുടി കൊഴിച്ചു. അതുപോലെ ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം നല്ല ഉണ്ട് കേട്ടോ. ഞാനതിന് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഒരു സംഭവം പറഞ്ഞിരുന്നു, പക്ഷെ ആ മരുന്ന് കിട്ടിയിട്ടില്ല, എൻ്റെ കയ്യിൽ കഴിഞ്ഞു. പക്ഷെ അത് മരുന്നുണ്ടാവും ഉഷാറായിരുന്നു. ആ മരുന്ന് അത്യാവശ്യം എന്താ പറയുക, അത് തേച്ചാലൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫലം കിട്ടിയെന്നുണ്ട് സംഭവം. നമ്മുടെ കോട്ടക്കൽ ആയുർവേദശാലയൊക്കെ കിട്ടുന്ന സംഭവം. ഒരുപാട് എന്താ പറയുക, ആയുർവേദ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും കേട്ടോ. അത് എന്താ പറയുക, ആ വീഡിയോ കണ്ടിട്ട് പറ്റുമെങ്കിലൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് എന്തായാലും അതൊരു എന്താ പറയുക, നഷ്ടമാവില്ല. അതൊരു നല്ലൊരു എന്താ പറയുക, എന്തൊരു നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ കയ്യിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊണ്ടുവരാണെങ്കിൽ, കാരണം എന്താ വെച്ചാൽ നല്ലതാണ്. അതുപോലെ നമ്മളെ മുളി ഉണ്ടാവില്ല, നമ്മൾ ചെറുതായിട്ട് നമ്മൾ തൊലിയിലൊക്കെ ഉണ്ടാവണം, അതൊക്കെ പോകട്ടോ. ഞാൻ ചോദിച്ചാൽ എന്താ പറയുക, ഞാനൊരു 2 വർഷമൊക്കെ എന്തായാലും തേച്ചിരുന്നു. അടുപ്പിച്ചിട്ടല്ല, നമ്മൾ ഈ ചൂട് ഓവറുള്ള ടൈമിലൊക്കെ, തണുപ്പിന് വലിയ പ്രശ്നമില്ല, ഈ ചൂട് ഓവർ നമ്മൾ മുടി കൊഴിയുന്ന ടൈമിലൊക്കെ അത് തേച്ച് നല്ല നല്ല റിസൾട്ട് കിട്ടിയ സാധനം കേട്ടോ. ഞാൻ ആദ്യം പിന്നെ എന്തായാലും മുടി മൊത്തം ഈ മുട്ട അടിച്ചിട്ട് നോക്കിയപ്പോൾ ഒന്ന് ഫുള്ള് ഇങ്ങനെ കൂടി നിൽക്കുക. ഇങ്ങനെ എന്നിട്ട് നല്ല ഒരതി കഴുകിയിട്ട് ആ സാധനം തേച്ചാൽ നല്ല ഉറക്കം കിട്ടും കേട്ടോ. ചെറുതായി നല്ല ഉറക്കം കിട്ടും അത് തേച്ചാൽ, നല്ലൊരു സുഖമാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആ സാധനം എവിടെയും, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, ആയുർവേദിക്കിൻ്റെ ഷോപ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ. കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട്. ഞാൻ വന്നിട്ട് നാട്ടിൽ നിന്ന് ഫസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ബാക്കിൽ നെറുവിൻ്റെ അടുത്ത് മുടി മൊത്തം പോയി. മൊത്തം പറയാം, എത്രക്കൊരു പോർഷൻ മുടി പോയി. അത്യാവശ്യം നാട്ടിൽ നിന്ന് നല്ല തിക്കുള്ള ഉറപ്പുള്ള മുടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല എങ്കിലും ഞാൻ അതായത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മുടിയുടെ എന്താ കനം കുറയൽ തുടങ്ങി, നല്ല കട്ടി കുറയൽ തുടങ്ങി. കട്ടി കുറഞ്ഞപ്പോൾ എന്താ ഉണ്ടായിച്ചാൽ ഈ മുടി ഫുള്ള് ഉള്ളിങ്ങനെ കാണാറ് തുടങ്ങി. പിന്നെ ഇവിടെ നിന്നൊക്കെ പോയി. അപ്പോൾ ആകെ ഭയങ്കര വിഷമമായി. കാരണം എന്താ വെച്ചാൽ, കാരണം നമ്മൾ അതിനകത്ത് ആ ടൈമിൽ കാരണം അത്യാവശ്യം ഏജൊന്നും ആയിട്ടില്ലല്ലോ. മാത്രം കല്യാണം ഒന്നും കഴിച്ചിട്ടും ഇല്ലേനും. അപ്പോൾ ഇനി പെണ്ണ് കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവുമോ, അല്ലെങ്കിൽ ഇത് ഫുള്ള് മൊത്തത്തിൽ മുടി പോവുമോ, ആകെ ഒരു ടെൻഷൻ. എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ലല്ലോ, ഇങ്ങനെ ആവുമോ എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞു, നമ്മളൊരു ഷോപ്പിൽ വർക്കുന്ന ഒരാൾ പറഞ്ഞ അവർ വേറൊരാൾ മുഖാന്തരം കൊടുന്ന് തേച്ച് സെറ്റായിട്ടോ. കാരണം ഒരു പോർഷനിൽ മുടി പോയിരുന്നു, പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ട് മുടി പോയി. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ അത് ചൂടിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ മുടി കുറച്ച് കൊഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇനി ഉറങ്ങാനായിക്കണേ. ഈ ടൈമിൽ എന്നാൽ നമ്മളെ എന്താ പറയുക, ഇനി ടൈം കഴിച്ചാൽ ഡ്യൂട്ടി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി ഫ്രീ ഉള്ള ടൈമിലൊക്കെ എന്തായാലും നമ്മൾ ലൈവിൽ വരാം. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇടും, ഷോർട്സ് ഇടും. മാക്സിമം നിങ്ങൾ അഭിപ്രായം എഴുതാൻ മറക്കണ്ട. ഒന്നും എന്താ പറയുക, വിട്ട് പോകരുത്. നമ്മൾ വീഡിയോസ് നല്ലതാണെങ്കിലും മോശമാണെങ്കിൽ മോശം തന്നെ എഴുതിക്കൊള്ളി, ഒരു കുഴപ്പമില്ല. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് എഴുതിക്കൊള്ളി, ഒരു കുഴപ്പമില്ല. എന്തായാലും രണ്ടായാലും നിങ്ങളെ സപ്പോർട്ട് മസ്റ്റാണ്. ഓക്കെ.